ഈ ഒരു ക്വസ്റ്റനിൽ നമ്മളോട് ഈ ഫിഗർ കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞത്, വരക്കാനാണ് പറഞ്ഞത്. സോ ആ ഒരു ചെറിയ ട്രയാങ്കിളിൻ്റെ, സ്മോളർ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് 3 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഓൾ സൈഡ് 3 സെൻറ്റിമീറ്റർ ആണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. സോ ഈ ഫിഗർ എങ്ങനെ വരക്കാമെന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ആ ഒരു സ്മോളർ ട്രയാങ്കിൾ വരക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ 3 സെൻറ്റിമീറ്ററുള്ള ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരക്കാം. സോ 3 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു ലൈൻ വരക്കാം. ദെൻ കോമ്പസിൽ ഇതേ മെഷർ എഴുതിയിട്ട് ആർക്ക് വരച്ച് ജോയിൻ ചെയ്യാം. ഓക്കെ, 3 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ചു. സോ എന്ത് ചെയ്യണം, വരച്ചതിന് നിങ്ങൾ മാർക്ക് ചെയ്യണം. 3 സെൻറ്റിമീറ്റർ എന്നുള്ളതൊക്കെ മാർക്ക് ചെയ്യണം. 3 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ. ജസ്റ്റ് ഒരു നെയിമും കൊടുക്കാം, ABC. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഒരു പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരക്കണം. ഓക്കെ, രണ്ട് സൈഡിൽ നിന്നും ഒരു പെർപെൻഡിക്കുലാർ ബൈസെക്ടർ. സോ എ ബി എന്നും ബി സി എന്നും നമുക്കൊരു പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരക്കാം. സോ എ ബി, ഇതാണ് എ ബി. എ ബിൻ്റെ പെർപെൻഡിക്കുലാർ ബൈസെക്ടർ എയിൽ കോമ്പസ് വെച്ച് പകുതിയിൽ കൂടുതൽ എടുത്ത് മുകളിലേക്കും താഴേക്കും ആർക്ക് വരക്കാം. ഓക്കെ, അത് ജോയിൻ ചെയ്യുക. നെക്സ്റ്റ് ബി സിയിൽ നിന്നും ഇതേപോലെ പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരക്കുക. ഇതാണ് ബി സി. പകുതിയിൽ കൂടുതൽ തന്നെ എടുത്തിട്ട് മുകളിലും താഴെയും ആർക്ക് വരക്കുക. ആർക്ക് ജോയിൻ ചെയ്യുന്ന പോയിന്റ്സ് നമുക്ക് ജോയിൻ ചെയ്യാം. സോ ഇതാണ് ഇൻ്റർസെക്ട് ചെയ്ത പോയിന്റ്. ഈ പെർപെൻഡിക്കുലാർ ബൈസെക്ടേഴ്സ് ഇൻ്റർസെക്ട് ചെയ്ത പോയിന്റ് ഇത്. സോ അതിന് ഓന്ന് നെയിം കൊടുക്കാം. ഓക്കെ, ഇതാണ് ഇൻ്റർസെക്ട് ചെയ്ത പോയിന്റ്. ആ ഒരു പോയിന്റിന് ഓന്ന് പേര് കൊടുത്തതിന് ശേഷം ഓ സെൻറ്റർ ആക്കി എടുക്കുക. ഇതാണ് നമ്മളുടെ സർക്കിളിൻ്റെ സെൻറ്റർ വരാം. ഓ സെൻറ്റർ ആക്കിയിട്ട് ഇപ്പോൾ ഒ എ എന്താണ്, റേഡിയസ് ആണ്. നമുക്ക് വേണമെങ്കിൽ റേഡിയസ് മാർക്ക് ചെയ്യാം. ഞാൻ പെണ്ണുകൊണ്ട് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. O to A റേഡിയസ് ആണ്, O to C റേഡിയസ് ആണ്, അതുപോലെ O to B. O to B, O to A, O to C. ഇതാണ് നമ്മളുടെ റേഡിയസ്. ഇത് മെഷർ ചെയ്തിട്ട് നമുക്കൊരു സർക്കിൾ വരക്കാം. O to A സെയിം ആയിരിക്കണം, O to B, O to C. ഓക്കെ, അതിന് ഒരു സർക്കിൾ വരക്കാം. സോ സർക്കിളായി. ആ ട്രയാങ്കിളിൻ്റെ ചുറ്റുള്ള ഒരു സർക്കിൾ, ഇതാ ഈ ഒരു സർക്കിൾ നമുക്ക് ആയിട്ടുണ്ട്. ഇനി ആ ഒരു വലിയ ട്രയാങ്കിൾ, പുറത്തേക്കുള്ള ട്രയാങ്കിൾ വരക്കണം അല്ലേ? അതിനൊന്നുമില്ല, ജസ്റ്റ് നമ്മളിപ്പം വരച്ച സർക്കിൾ, നമ്മുടെ സർക്കിളിൻ്റെയും ടാൻജൻ്റെയും ഇൻ ബിറ്റ്വീനുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. ഇപ്പം നമ്മളിങ്ങനെ ഇവിടെ ഒരു ടാൻജൻറ്റ് വരക്കുന്നത്, അപ്പോൾ ഇതാണ് നമ്മളുടെ റേഡിയസ് വരുമെങ്കിൽ ഇതും ഇതും ടാൻജൻറ്റും റേഡിയസും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ളത് 90 ഡിഗ്രി ആയിരിക്കണം. സോ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്യാം. ഇതല്ലേ, കറക്റ്റ് 90 ഡിഗ്രി വരണം. സോ അത് ആ ഒരു മെഷർമെൻറ്റ് പൊട്രാക്കിൽ തന്നെ നമുക്ക് വരക്കാം. 90 ഡിഗ്രി നമ്മൾ കുറച്ച് ഈ ഒരു ലൈനിൽ കറക്റ്റായിട്ട് വെക്കാം. കാണുന്നുണ്ടല്ലോ, 90 ഡിഗ്രിയിലാണ്. എന്നിട്ട് ഈ ലൈനൊന്നും കൂടെ വരക്കാം. അതേപോലെ തന്നെ ഈ ഒരു റേഡിയസ് OB എന്ന് പറഞ്ഞ റേഡിയസിൽ
അതും നമ്മൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് തന്നെ അവിടെ ടാൻജൻറ്റ് വരക്കുക. സോ ഈ ടാൻജൻറ്റ് കണക്റ്റ് ആയല്ലോ, നമുക്ക് ആ ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ് കിട്ടി. ഇനി ഈ ഒരു OA എന്ന് പറഞ്ഞ റേഡിയസ് 90 ഡിഗ്രി ആക്കി എടുത്ത് അടുത്ത ട്രയാങ്കിൾ വരക്കാം. സോ നമ്മൾ ഫിഗറിൽ നമുക്ക് തന്ന ആ ഒരു ട്രയാങ്കിൾസ് നമ്മൾ വരച്ചു. ഇതാണ് നമ്മൾ റഫായിട്ട് വരച്ച ഒരു ട്രയാങ്കിൾ ക്വസ്റ്റ്യനിൽ തന്നതും ഇത് നമ്മളിപ്പോൾ വരച്ചതും. പിന്നെ നമ്മൾ ഇത് കൺസ്ട്രക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആർക്സ് ഒന്നും നമ്മൾ റബ്ബ് ചെയ്ത് കളയരുത്. നമ്മൾ വരച്ചെന്നുള്ളതിന് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്ത് വരച്ചെന്നുള്ളതിൻ്റെ പ്രൂഫാണ് ഈ ആർക്കും കാര്യങ്ങളും ഒക്കെ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ സർക്കിളിന് ടച്ച് ചെയ്ത് വരുന്ന 4 ടാൻജൻസ് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു റോംബസ് വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ഫിഗറിൽ ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത് 4 സെൻറ്റിമീറ്റർ. സോ ഇഫ് ഡയമീറ്റർ ഈസ് 4 സെൻറ്റിമീറ്റർ ദെൻ റേഡിയസ് ഈക്വൽ ടു 4/2 ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. ഡയമീറ്ററിൻ്റെ ഹാഫാണ് റേഡിയസ്. സോ ഇങ്ങനൊരു ഫിഗർ നമുക്ക് വരക്കാം. സോ നമ്മുടെ റേഡിയസ് 2 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. സോ 2 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ളൊരു സർക്കിൾ വരക്കാം. സോ കോമ്പസിൽ 2 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യുക, എന്നിട്ടൊരു സർക്കിൾ വരക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ സെൻറ്ററിലെ കൂടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരക്കണം. സോ സെൻറ്റർ മാർക്ക് ചെയ്യാം. സെൻറ്റർ O, ഒരു ഹൊറിസോണ്ടൽ ലൈൻ, അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഒരു ലൈൻ സെഗ്മെൻറ്റ് നമുക്ക് ഓയിലൂടെ വരക്കാം. അത് ഇഷ്ടമുള്ള സെൻറ്റിമീറ്റർ വരക്കാം. ഇറ്റ്സ് അപ് ടു യു. ഓക്കെ, സോ ഒരു ലൈൻ സെഗ്മെൻറ്റിന് XY എന്ന് നെയിം കൊടുക്കാം. XY. ഓക്കെ, ഇനി ഇങ്ങനൊരു ലൈന് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ടാൻജൻറ്റ് വരക്കണം. ടാൻജൻറ്റ് വരക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു ഫിഗറിൽ എന്ത് തന്നിട്ടുണ്ട്, ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ 40 ഡിഗ്രി ആയിരിക്കും. നമ്മൾ ടാൻജൻറ്റിന് അറിയാലോ, ടാൻജൻറ്റും റേഡിയസും ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ 2 പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് ജോയിൻ ചെയ്യുന്ന ഇൻ ബിറ്റ്വീൻ റേഡിയസിലുള്ള ആംഗിൾ എന്തായിരിക്കണം, ഇതും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം അല്ലേ. അപ്പോൾ ഇവിടെ ഡെഫിനറ്റ്ലി എത്ര വേണം, 140 ഡിഗ്രി ആവണം വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ സെൻറ്ററിലൂടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ടില്ലേ, ഹൊറിസോണ്ടൽ ലൈൻ വരച്ചപ്പോൾ ഇവിടെ 90 ഡിഗ്രി ആണ്. സോ ഇത് പെർപെൻഡിക്കുലർ ആണ്. ഡെഫിനറ്റ്ലി ഇത് ഹാഫ് ആക്കും. ഇവിടെ 70 ഡിഗ്രി, ഇവിടെ 70 ഡിഗ്രി. സോ നമുക്ക് അതുപോലെ ഒരു 70 ഡിഗ്രി, രണ്ട് സൈഡിലും 70 ഡിഗ്രി, ഇവിടെയും 40 ഡിഗ്രി ആയിരിക്കും. ഇവിടെ നമുക്ക് കിട്ടേണ്ട ആംഗിളും 140 ഡിഗ്രി ആണ്. അതുകൊണ്ട് 70 ഡിഗ്രി നമുക്ക് ഫിഗറിൽ മാർക്ക് ചെയ്യാം. സോ പ്രൊട്രാക്ടർ എടുക്കുക, സെൻറ്ററിൽ കറക്റ്റ് വെക്കുക, ഹൊറിസോണ്ടൽ ലൈന് കറക്റ്റായിട്ട് വെച്ചിട്ട് 70 ഡിഗ്രി ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടുന്ന് 0 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതാണ് 70 ഡിഗ്രി. ഇപ്പുറത്തെ സൈഡിലും 0 സ്റ്റാർട്ട് ചെയ്ത് 70 ഡിഗ്രി മാർക്ക് ചെയ്യാം. ദിസ് വൺ. ഓക്കെ, രണ്ട് സൈഡ്. അതേപോലെ പ്രൊട്രാക്ടർ ഒന്ന് തലതിരിച്ച് വെച്ച് വീണ്ടും കറക്റ്റ് സെൻറ്ററിൽ വെച്ചതിന് ശേഷം ഇവിടുന്ന് 0 സ്റ്റാർട്ട് ചെയ്യുന്നിടത്തുനിന്ന് 70 ഡിഗ്രി മാർക്ക് ചെയ്യുക. പിന്നെ ഇത് ഇവിടുന്നും 0 സ്റ്റാർട്ട് ചെയ്ത് 70 ഡിഗ്രി മാർക്ക് ചെയ്യാം. ഓക്കെ, ആ മാർക്ക് ചെയ്ത പോയിൻറ്റ്സ്, ഈ രണ്ട് പോയിൻറ്റ്സും ജോയിൻ ചെയ്യാം. ഒരു ക്രോസ് ആയിട്ട് ജോയിൻ ചെയ്യാം. സോ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന രീതിയിലായിരിക്കണം ജോയിൻ ചെയ്യേണ്ടത്. ഓക്കെ, ആ ഒരു സർക്കിളിനെ ടച്ച് ചെയ്ത പോയിന്റ്സ് ഉണ്ടല്ലോ, ആ പോയിന്റ്സിന് നെയിം കൊടുക്കാം. ലൈക്ക് ABCD എന്നൊരു നെയിം കൊടുക്കാം. ABCD. അപ്പോൾ നമുക്ക് ഇവിടെ 140 ഡിഗ്രി കിട്ടി അല്ലേ. സോ ഇവിടെയും നമ്മളുടെ ആംഗിൾ 140 ഡിഗ്രി കിട്ടി. സോ ഇവിടെ നമുക്ക് 70 ഡിഗ്രി വേണം. 70 ഡിഗ്രി വേണമെങ്കിൽ നമ്മളൊരു ടാൻജൻറ്റ് വരക്കണമെങ്കിൽ ഇത് ഈ OB, OA, OC, OD എന്നൊക്കെ പറയുന്നത് സർക്കിളിൻ്റെ റേഡിയസ് അല്ലേ. ആ റേഡിയസ് ടാൻജൻറ്റിന് എന്തായിരിക്കും, പെർപെൻഡിക്കുലാർ ആയിരിക്കും. റേഡിയസ് ഈസ് പെർപെൻഡിക്കുലാർ ടു ദ ടാൻജൻറ്റ് എന്നല്ലേ പറയുന്നത്. സോ നമ്മൾ ഇവിടെ കറക്റ്റ് വന്നല്ലേ. അപ്പോൾ നമ്മളിതൊന്ന് മുകളിലേക്ക് 90 ഡിഗ്രി വെച്ച് ആ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലേക്ക് കൂടി നമ്മളൊരു ലൈൻ വരക്കാം. നിങ്ങൾക്ക് സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യാം, പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് വരക്കാം. ഓക്കെ, സോ ആ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലൂടെ
ഒരു ടാൻജൻറ്റ് വരച്ചു, എക്സിലേക്ക് ഒരു ടാൻജൻറ്റ് വരച്ചു. അതുപോലെ തന്നെ ഇവിടെയും വരക്കാമല്ലോ, സിയിൽ നമ്മൾ വെച്ചിട്ട്. കറക്റ്റ് ആയില്ല അല്ലേ? സോ ഒന്ന് റബ്ബ് ചെയ്യാം. ബിയിൽ വെച്ചിട്ട് ഇങ്ങനെ 90 ഡിഗ്രി കറക്റ്റ് ആവണം കേട്ടോ. പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഇവിടെ വരും. ഒന്ന് അപ്പിലേക്ക് ആക്കിയാൽ 2 ലൈൻസും ഈ ഒരു ലൈനും 90 ഡിഗ്രി ആവണം. സോ ഇതൊന്ന് ലെങ്ത്ത് ഈ ഒരു ലൈന് ടച്ച് ചെയ്യുന്ന രീതിയിൽ വരക്കാം. സോ ഓക്കെ, പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ ബിയിൽ ടച്ചായി. അതേപോലെ തന്നെ സിയിലൊന്ന് വെക്കുക. സിയിലും 90 ഡിഗ്രി കറക്റ്റ് മാർക്ക് ചെയ്യുക. ഈ ഒരു പോയിന്റും ഇത് ഈ ലൈൻസ് കറക്റ്റായി. ഇനി ഒന്ന് അപ്പിലേക്ക് ആക്കുന്ന ടൈമിൽ നമുക്കിവിടെ ജോയിൻ ചെയ്യാൻ കഴിയും. സോ ഇവിടെ നീട്ടി വരക്കാം. അതേപോലെ തന്നെ OD എന്ന് പറഞ്ഞ സെൻറ്ററിലും നമ്മൾ പ്രൊട്രാക്ടർ വെക്കുക. 90 ഡിഗ്രി കറക്റ്റ് മാർക്ക് ചെയ്യാം. അപ്പിലേക്ക് എടുക്കുമ്പോൾ ഇവിടെയും 90 ഡിഗ്രി കറക്റ്റ് ആയിട്ടുണ്ട്. സോ ഇതേപോലെ നമ്മുടെ ഈ ഒരു ലൈനിലേക്ക്. സോ ഇവിടെ കണ്ടോ, ജോയിൻ ആയില്ലേ? ഇവിടെ വന്ന ആംഗിൾ എന്തായിരിക്കും? നമുക്ക് ഡെഫിനറ്റ്ലി അത് 40 ഡിഗ്രി ആയിരിക്കും. സോ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടും. അതേപോലെ OAയിൽ വെച്ചിട്ടും നമുക്ക് മാർക്ക് ചെയ്യാം. OA 90 ഡിഗ്രി കറക്റ്റ് ആക്കുക. അപ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ ഇതൊന്ന് നീട്ടി വരക്കുക. ഓക്കെ, സോ ഇവിടെ ഉണ്ടായ ആംഗിളും 40 ഡിഗ്രി ആയിരിക്കും. സോ ഫിഗർ ആയാലോ, നമ്മൾ പറഞ്ഞ ആ ഒരു റോംബസ് നമുക്കിവിടെ കിട്ടി.